ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ, അധ്യായം 9, യജ്ഞവേദിയിലേക്ക്, ഭാഗം 2. കൊച്ചിയിലെ വേലിയേറ്റം എന്ന ഉപാധ്യായം. BA-ക്കും MA-ക്കും ഇടയ്ക്കുള്ള അവധിക്കാലത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊത്ത് അന്ന് ബ്രിട്ടീഷ് കൊച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിരൂപമായ ചെറിയ തുറമുഖ പട്ടണത്തിൽ പോയി താമസിച്ചിരുന്നു. അതിനോട് ചേർന്ന കായലും കൂടി കുഴിച്ച് ചേർത്ത് ഇന്നത്തെ തുറമുഖം അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. അക്കാലത്ത് അവിടെ എത്തുന്ന വൻ കപ്പലുകൾക്ക് മൈലുകൾക്കപ്പുറം മാത്രമേ നങ്കൂരമിടാൻ സാധിച്ചിരുന്നുള്ളൂ. ഇന്നാണെങ്കിൽ ഈ കപ്പലുകളെല്ലാം ഉള്ളിൽ വന്ന് ജനവാസമുള്ള കരയെ സാമോദം ആശ്ലേഷിക്കുന്നുണ്ട്. അക്കാലത്തെ എല്ലാ ബിരുദധാരികൾക്കുമുണ്ടായിരുന്നതാണ് ഭാവിയെപ്പറ്റിയുള്ള അനിശ്ചിതത്വത്തിൽപ്പെട്ടുള്ള നട്ടം തിരിയൽ. ഈ അനിശ്ചിതത്വത്തിനും സാഹസത്തിനും വേണ്ടി മാത്രം സാഹസം ചെയ്യാൻ കൊതിക്കുന്ന ദുരന്ത ഛായയുള്ള പ്രകൃതക്കാരനായ എന്നിൽ പതിയിരുന്ന വീരതരവും വിപ്ലവാത്മകവുമായ പ്രേരണയ്ക്കും ഇടയ്ക്കുപെട്ട് ഞാൻ ചീന്തിപ്പോവുകയായിരുന്നു. വൈകുന്നേരമായാൽ ഞാൻ സമുദ്രതീരത്തെത്തി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തുറമുഖത്തിൻ്റെ കരയ്ക്ക് മീൻ പിടിക്കാൻ കെട്ടിയിരിക്കുന്ന ചീനവലകൾ പൊങ്ങുന്നതും താഴുന്നതും നോക്കിയിരിക്കും. റാന്തൽ വിളക്ക് മധ്യത്ത് കൊളുത്തി വെച്ചിട്ടുള്ള വലകളിൽ ആപച്ചങ്കയില്ലാതെ പറ്റം പറ്റമായി ചെമ്മീൻ കടന്നുകൂടും. ഉടനെ തന്നെ അവയെ വലയിൽ കുടുക്കുകയും ചെയ്യും. ഇവ ശേഖരിച്ചുണക്കി മസാല ചേർത്തോ അല്ലാതെയോ പാകപ്പെടുത്തി ഒന്നുകിൽ കയറ്റുമതി ചെയ്യും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കും. കാറ്റടിച്ചുകൊണ്ടേയിരുന്നു. അർക്കൻ അരുണാഭയിൽ അസ്തമിച്ചു. അപ്പോഴും പകൽ വെളിച്ചം പോയി മറഞ്ഞിട്ടില്ല. ടഗ്ഗുകളും ഡ്രഡ്ജറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് പോയിക്കൊണ്ടിരുന്നു. മലയാള നാട്ടിലെ ഉത്പന്നങ്ങളായ സുഗന്ധദ്രവ്യങ്ങളോ കൊപ്രായോ കയറ്റിയ കനത്ത വഞ്ചികൾ കൂട്ടമായി വലിച്ചു കൊണ്ടുപോകുന്ന വലിയ ലോഞ്ചുകളും കാണാം. ഈ ഉൽപ്പന്നങ്ങൾ 4-5 നൂറ്റാണ്ട് മുൻപ് മുതലല്ല, ഗ്രീക്കുകാരുടെയും ഫിനീഷ്യരുടെയും കാലം മുതൽക്ക് തന്നെ മലയാള നാടിന് പ്രഖ്യാതി ഉണ്ടാക്കി കൊടുത്തവയാണ്. നടുക്കടലിലെ യാത്ര ഒഴിവാക്കി തീരത്തണഞ്ഞ് യാത്ര ചെയ്യുന്ന അറബി പത്തേമാരികളും പടവുകളും കടന്നു പോകുന്നത് കാണാം. വേലിയേറ്റത്തിനായാലും ഇറക്കത്തിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിടാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്ത്രീ പുരുഷന്മാരെ വഴിയിൽ ധാരാളം കാണാം. പലപ്പോഴും ഒക്കത്ത് കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഈ പോക്ക്. അല്ലെങ്കിൽ കുടം, കുട്ട തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ പേറിക്കൊണ്ടായിരിക്കും. നീളെ പരന്നുകിടക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള കടലോര പ്രദേശത്ത് നിന്നും കൊള്ളാനും കൊടുക്കാനുമാണ് പ്രധാന കരയിൽ നിന്നും നീന്തി തുടിച്ചുള്ള ഈ പോക്കും വരവും. അസ്തമയ സൂര്യൻ്റെ കാന്തി കന്തളം മറഞ്ഞതോടെ എങ്ങും ഇരുൾ വ്യാപിച്ചു. എന്നാലും ജനജീവിതത്തിൻ്റെ മുരൾച്ച നന്നേ രാച്ചെല്ലുന്നതുവരെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പുൽത്തകിടിയുള്ള വെളിയിടങ്ങളിലോ മണൽപ്പരപ്പിലോ പോയിരിക്കാറുള്ള ഞാൻ ഈ സമയമെല്ലാം ഭാവിയെപ്പറ്റി ചിന്തിച്ചോ നിശ്ചിതമായ അർത്ഥം ഒന്നുമില്ലാത്ത അവ്യക്ത വിചാരധാരയ്ക്കകത്ത് മുഴുകിയോ കഴിഞ്ഞു. ആകാശത്തിലെ പോക്കുവെളിച്ചം അന്തരംഗത്തിൽ ഞാൻ കണ്ട കിനാവുകളുടെ മയക്കവുമായി ചേർന്നലിഞ്ഞ സന്ദർഭം എനിക്ക് അസുഖകരമായി തോന്നിയോ? ഇല്ല, സുഖദായകം തന്നെയായിരുന്നു. എൻ്റെ അന്തരംഗത്തിൻ്റെ ആഴത്തിലുള്ളതായി തോന്നിയ ഗഹനത ചിലപ്പോൾ എനിക്ക് തന്നെ ഉത്കണ്ഠയ്ക്ക് വക നൽകിയെങ്കിൽ മറ്റ് ചിലപ്പോൾ ഭാരരഹിതവും ആഹ്ലാദൈകമയും ആയിത്തോന്നി. ഇങ്ങനെ നിരന്തരം ഒരു ദീർഘനിശ്വാസത്തിൻ്റെയും ഒരു മന്ദസ്മേരത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ജീവിതം കടന്നു പോകുന്നു. എന്നാൽ ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളെ യോഗാത്മകമായ അദ്വൈത ജ്ഞാനത്തിന് മാത്രം കൈവരിക്കാവുന്ന അത്ഭുതകരമായൊരു ഗണിതവിദ്യയിലൂടെ സമീകരിക്കുമ്പോൾ ജീവിതം അഖണ്ഡമായ ആനന്ദമായി തീരുന്നു. ഈ ആനന്ദം അപൂർവം പേർക്ക് മാത്രം അനുഭവമാകുന്ന അമൂല്യമായ ഒന്നാണ്.
കുടുംബ വീടുകൾ പലത് എന്ന ഉപാധ്യായം. അധികം താമസിയാതെ ഞങ്ങളുടെ കുടുംബം കായലിൻ്റെ മറുകരയുള്ള എറണാകുളം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു പഴയ ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. അവിടെയുള്ളത് ശീമക്കാരുടെ ആധിപത്യത്തിൻ്റെ ലക്ഷണമല്ല, ചുറ്റുപാടും മുറ്റി നിന്നിരുന്നത് മതാധിപത്യ ഭരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുമല്ല, അവിടെ കായൽ തീരത്തുള്ള ചില കെട്ടിടങ്ങൾ കൊണ്ട് നഗരജീവിതത്തിൻ്റെ ഒരു നിഴൽ വീശിയിരുന്നെങ്കിലും ശുദ്ധ നാട്ടിൻപുറം തന്നെയായിരുന്നു. 10 മൈലോളം അകലെയുള്ള ആലുവയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത്. പ്രകൃതിയാ മനോഹരമായ എറണാകുളം അന്ന് കാണുന്നത് തന്നെ കണ്ണിന് കഷ്ടമായിരുന്നു. വൃത്തികെട്ട ഓടകളും കാര്യശേഷിയില്ലാത്ത നഗരസഭയുമായിരുന്നു ഇതിന് പ്രധാന കാരണം. പായ കെട്ടിയ വഞ്ചികൾ കായലിൽ നീളെ കാണാം. വള്ളംകളിയുടെ കാലത്താണെങ്കിൽ പിന്നെ പറയാനുമില്ല. ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ആസ്ഥാനമായിരുന്ന ബോൾഗാട്ടി കൊട്ടാരം എന്ന ദ്വീപ സ്വർഗത്തിൽ നിന്നുകൊണ്ട് വള്ളംകളി നന്നായി കാണാം. റെസിഡൻറ്റ് വള്ളം കളിക്ക് നല്ല പ്രോത്സാഹനവും നൽകിയിരുന്നു. നോർഡിക് പ്രദേശത്ത് ജനിച്ച സമുദ്രസഞ്ചാരികളായ ഭരണാധിപന്മാർ ഇവിടെ ഒന്നിച്ചുകൂടി അവർക്ക് ചേരുന്ന വിധത്തിൽ ആഹ്ലാദിക്കുക പതിവായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബം എറണാകുളവും വിട്ട് ആലുവയിലേക്ക് താമസം മാറ്റി. 1 കൊല്ലം അവിടെ താമസിച്ചതിന് ശേഷം വീണ്ടും എറണാകുളത്തേക്ക് തന്നെ വന്നു. ആ വീട് മുൻപത്തേക്കാൾ കായലിനോട് അടുത്ത ദിക്കിലാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് നഗരോദ്യാനത്തിന് സമീപമുള്ള ഒരു വീട്ടിലേക്ക് മിക്കവാറും സ്ഥിര താമസത്തിന് തന്നെ പോവുകയും ചെയ്തു. മാറ്റങ്ങളുടേതായ ഈ സമയത്തെല്ലാം ഞാൻ കോളേജിലായിരുന്നു. അവധിക്ക് വീട്ടിൽ മടങ്ങി വരുമ്പോൾ പുതിയ വീട് കണ്ടുപിടിക്കാൻ പണിയായി. വീട് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവ്യക്തമായി തുടങ്ങി. അതിനെക്കുറിച്ചുള്ള ഭാവുക ഭാവത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി. ആ അകൽച്ച ക്ലിഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. കുടുംബത്തെപ്പറ്റിയുള്ള ഓർമ്മ ഒരു സ്വപ്നം പോലെ എൻ്റെ വൈകാരികമായ ലോകത്തിന് പിന്നിൽ തങ്ങി നിന്നു. ഓരോ പ്രാവശ്യവും പുതിയ രൂപം പൂണ്ടും ഭിന്നമായും, ചിലപ്പോഴെല്ലാം നേരിയ വർണ്ണഭംഗിയോടു കൂടിയും, മറ്റു ചിലപ്പോൾ അവ്യക്തമായ രൂപരേഖകൾ മാത്രമായും ഇന്നോളം അതെൻ്റെ ജീവിതത്തിൽ ഉടനീളം മായാതെ നിൽക്കുന്നുണ്ട്. കുടുംബം എന്നത് ഒരു തരത്തിൽ പ്രേതബാധയുള്ളൊരു പ്രതിരൂപമാണ്. ഭോഗപരായണമായ അഹന്തയിൽ നിന്ന് ആർക്കും അതിനെ ഒരിക്കലും പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല. അതേസമയം അറിഞ്ഞുകൂടാത്ത ഭൂമികൾക്ക് പോലും പലപ്പോഴും ഞാൻ നികുതി കൊടുത്തിട്ടുമുണ്ട്. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഏതോ പർവ്വത സാനുക്കളിലെ ഭൂമികൾക്ക്. കുടുംബത്തോടുള്ള പ്രിയത്തിൻ്റെ സ്ഥാനം ഉപബോധ മനസ്സിൽ ശിഥിലമാകുന്നതോടെ അത് ഭാവനകൾക്ക് വഴങ്ങിക്കൊടുക്കുന്നു. ഇത്തരം ഭാവനകൾ പ്രായേണ ഭൂതകാലോന്മഖത വിട്ട് ഭാവികാല പ്രതീക്ഷകളെ ചൊല്ലിയുള്ളവയായിരിക്കും. ഈ നിരവധി വസതികളുടെയും സംഭവങ്ങളുടെയും കഥ ചേർത്താൽ എൻ്റെ ജീവിതകഥ ആവശ്യത്തിലധികം നീണ്ട ഒരാഖ്യാനമായി പോകും. അതിനാൽ ഇക്കാലത്ത് നടന്ന 1-2 സംഭവങ്ങളിലേക്ക് മാത്രം എൻ്റെ വിവരണം ഒതുക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവിതം ഇപ്പോൾ കാണുന്ന മാതിരി ഉരുത്തിരിയാൻ പ്രേരകമായ സംഭവങ്ങൾ മാത്രം. മകൻ ശിഷ്യനാക്കുന്നു എന്ന ഉപപാഠം. വിദ്യാഭ്യാസം എന്നത് അതിദീർഘമായ ഒരു വേർപെടുത്തൽ പ്രക്രിയയാണെന്ന് പറയാം. അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഘട്ടത്തിൽ നിന്നും ചേലത്തുമ്പിൽ പിടിച്ചു തൂങ്ങി നടക്കുന്ന ഘട്ടത്തിലേക്ക് കയറ്റം കിട്ടുന്നതിൽ തന്നെ പല ക്ലേശങ്ങളും പീഡാനുഭവങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. നിഷ്കളങ്കമായ ആഹ്ലാദം അലയടിക്കുന്ന ശൈശവത്തിലെ സ്ഥിതി ഇതാണ്. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും പിന്നെ യൗവനത്തിലേക്കുമുള്ള മാറ്റങ്ങളിൽ അതിൻ്റേതായ ക്ലേശങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഇതാ ഇനിയും കൂടുതൽ തീക്ഷ്ണമായ അന്തരാള ഘട്ടമാണ് തരണം ചെയ്യേണ്ടിയിരിക്കുന്നത്. സങ്കുചിതവും സ്ഥൈതികവുമായ കുടുംബത്തിലെ അനുസരണയുള്ള മകനെന്ന നിലയിൽ നിന്നും പ്രവിശാലവും ഗതീയവുമായ ഒരു ജീവിത സരണി എന്നെ മാടി വിളിക്കുന്നു. വർഗീയമോ ദേശീയമോ ആയ അതിർത്തികളാൽ വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത മാനവരാശിയെ സ്വകുടുംബമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കുലത്തിലേക്കാണ് എനിക്ക് പ്രവേശിക്കേണ്ടത്.
ഞങ്ങളുടെ കുടുംബം എറണാകുളം റെയിൽവേ സ്റ്റേഷനടുത്ത് താമസമാക്കിയിരുന്ന കാലം ഒരു ദിവസം ഞാൻ അന്നത്തെ ദിനപത്രവും കാത്തിരിക്കുകയാണ്. അതിൽ എൻ്റെ LT പരീക്ഷയുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ദിവസവും റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് പത്രം വാങ്ങാറ്. ഞാൻ അങ്ങോട്ട് പോയി പ്രതീക്ഷിച്ചതുപോലെ പരീക്ഷാഫലം വന്നു. MAയുടെ ഫലം ഞാൻ 2 ആഴ്ചയ്ക്ക് മുൻപ് അറിഞ്ഞു കഴിഞ്ഞതാണ്. LTയുടേത് അപ്പോഴും അറിഞ്ഞു. MAക്ക് എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ 1-ാം റാങ്ക് കിട്ടിയെങ്കിലും 2-ാം ക്ലാസ്സിൽ മാത്രമാണ് പാസ്സായത്. LTക്ക് വെറും 3-ാം ക്ലാസ്സും. ക്ലാസും റാങ്കും ഏതായാലും അന്നത്തെ ഇന്ത്യയിലെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഏതൊരു യുവാവിനെയും പോലെ എൻ്റെയും വിദ്യാലയ ജീവിതം സാധാരണഗതിയിൽ അതോടുകൂടി അവസാനിക്കുകയാണ്. വിദ്യാലയ ജീവിതത്തോട് ഇനിയുമൊരു ആമേൻ പറയേണ്ട കൃത്യമേയുള്ളൂ. LT പരീക്ഷയുടെ ജയവിവരം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പത്രവുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. വലിയ ഉത്സാഹമൊന്നും അപ്പോൾ തോന്നിയില്ല. വിദ്യാർത്ഥി ജീവിതത്തോട് വിട വാങ്ങുന്നതിലുള്ള സന്തോഷമാണ് അപ്പോൾ മുന്തി നിന്നത്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഭാവി പരിപാടികളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. കോണി കയറി മുകളിലത്തെ നിലയുടെ വരാന്തയിലെത്തി. ഒരു കസേര ഇട്ടിരുന്നാൽ കടന്നു പോകാൻ പ്രയാസമുള്ള അത്ര ഇടുങ്ങിയ വരാന്തയാണ്. അച്ഛൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ വിജയവിവരം അറിയിക്കണം. എന്നാൽ വയോധികനായ ഒരു അതിഥി അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അച്ഛൻ്റെയും ഉത്സാഹത്തോടുകൂടി വിവരമറിയിക്കാനെത്തിയ എൻ്റെയും ഇടയിൽ ഒരു ചാരു കസേരയിൽ കിടക്കുന്നു. അച്ഛൻ അതിഥിയുടെ പിന്നിൽ ആദരവോടുകൂടി നിൽക്കുകയാണ്. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അത് നാരായണ ഗുരുവാണ്. എൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവിൽ ഇതാ അദ്ദേഹം എത്തിയിരിക്കുന്നു. 2-ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.